ഹായ്, പൊതുവെ OET ആസ്പിരൻസിന് ഈസി ആയിട്ടുള്ളൊരു മൊഡ്യൂളാണ് റൈറ്റിംഗ്. നമ്മുടെ വളരെ വ്യക്തവും കൃത്യതയുമുള്ള ടീച്ചിങ്ങിലൂടെ വളരെ മികച്ച സ്കോറിൽ കുട്ടികൾ പാസ്സാവുകയും ചെയ്യുന്നുണ്ട്. സ്റ്റിൽ ഇപ്പോൾ കണ്ടുവരുന്ന ഒരു ട്രെൻഡ് എന്താണെന്ന് വെച്ചാൽ കേസ് നോട്ടിനെ വളരെ ട്രിക്കി ആയിട്ട് പ്രസൻറ്റ് ചെയ്യുന്നു. അതായത് നമ്മൾ എക്സാം ഹോളിൽ മാക്സിമം കൺഫ്യൂസ് ചെയ്യുന്ന രീതിയിലാണ് ഇൻഫർമേഷൻ വരുന്നത്. ഫോർ എക്സാമ്പിൾ, ഒരു കേസ് നോട്ട് നോൺ ആണോ അൺനോൺ ആണോ എന്ന് വളരെ ട്രഡീഷണൽ ആയുള്ള കോൺസെപ്റ്റിൽ നിന്ന് മനസ്സിലാക്കാൻ നമുക്ക് പറ്റാത്ത രീതിയിലാണ് അതിൽ ഡീറ്റെയിൽസ് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നുണ്ട്. അതായത് ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് വന്ന ഒരു എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ അനലൈസ് ചെയ്യുകയാണെങ്കിൽ പേഷ്യൻ്റ് കുറേ സിംറ്റവുമായിട്ട് ഹോസ്പിറ്റലിൽ പ്രസൻറ്റ് ചെയ്യുന്നുണ്ട്, പേഷ്യൻറ്റിനെ അസസ് ചെയ്യപ്പെടുന്നുണ്ട്, ഇൻവെസ്റ്റിഗേഷൻസിന് പോയിട്ടുണ്ട്, ഇൻവെസ്റ്റിഗേഷനിലൂടെ ഒരു പർട്ടിക്കുലർ കണ്ടീഷൻ ഡയഗ്നോസും ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മാനേജ്മെൻ്റ് ആയിട്ട് പേഷ്യൻറ്റിനെ ഒരു സർജറിക്കായിട്ട് പോസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ ആ സർജറിയുടെ ആഫ്റ്റർ കെയർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ആ സർജറിയുടെ അസസ്മെൻ്റ് ആയിക്കോട്ടെ, അതിനായിട്ടാണ് ലെറ്റർ പോകുന്നത്. സോ നമ്മുടെ റീഡർ ചിലപ്പോൾ ആ സർജൻ ആകാം, ഒരു ഡോക്ടർ ആകാം, അല്ലെങ്കിൽ പ്രീ ഓപ്പറേറ്റീവ് കെയർ കൊടുക്കേണ്ട നഴ്സ് ആകാം, ഹെഡ് നഴ്സ് ആകാം, ആരുമാകട്ടെ. അപ്പോൾ ആ നമ്മുടെ റീഡറുമായിട്ട് ഓവർ ദ ടെലിഫോൺ ഒരു കോൺവെർസേഷൻ നടന്നിട്ടുണ്ട് എന്ന് കേസ് നോട്ടിൻ്റെ അവസാനം ഒരു ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പേഷ്യൻറ്റിനെ ട്രാൻസ്ഫർ ചെയ്യുകയാണ് ഫോർ ദിസ് ഷെഡ്യൂൾഡ് സർജറി. അവിടെ ആരാണോ നമ്മുടെ റീഡർ അദ്ദേഹത്തെയാണ് വിളിച്ച് സംസാരിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഇൻഫർമേഷൻ കാണുമ്പോൾ കുട്ടികൾ അങ്ങ് കൺഫ്യൂസ്ഡ് ആവുകയാണ്. ടെലിഫോണിലൂടെ കോൺവെർസേഷൻ നടന്നിട്ടുണ്ടല്ലോ, അപ്പോൾ ഇത് നോൺ കേസ് അല്ലേ എന്നുള്ളത്. ഒരുപാട് കുട്ടികൾ ഇതിനെ നോണായിട്ട് എഴുതുന്നതായിട്ടും കാണുന്നുണ്ട്. ശരിക്കും നമ്മളൊന്ന് അനലൈസ് ചെയ്താൽ ഇത് നോൺ കേസ് ആണോ? ശരിക്കും നോൺ കേസ് എന്താണ് എന്നുള്ളതാണ് അല്ലേ. നോൺ കേസ് എന്ന് പറഞ്ഞാൽ റീഡർ നോസ് ദ സോഷ്യൽ ആൻഡ് പാസ്റ്റ് മെഡിക്കൽ ഹിസ്റ്ററി ഓഫ് ദ പേഷ്യന്റ് എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ ടെലിഫോണിലൂടെ സംസാരിച്ചിട്ടുണ്ടായിരിക്കുന്നത് എന്തായിരിക്കും? ഇന്ന ഒരു പേഷ്യന്റ് ഇന്ന കണ്ടീഷൻസുമായിട്ട് വന്നതാണ്, ഇന്ന സർജറിക്കായിട്ട് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നു, അങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. ഇത്തരം ഇൻഫർമേഷൻ ആയിരിക്കുമല്ലോ നോർമലി നമ്മളൊരു കോമൺ സെൻസ് വെച്ച് അല്ലെങ്കിൽ നമ്മുടെ ഹോസ്പിറ്റൽ എക്സ്പീരിയൻസിൽ നിന്ന് നോക്കുകയാണെങ്കിൽ മനസ്സിലാകുന്നത്. അപ്പം അത് നമ്മുടെ റീഡറിന് അറിയാം എന്നുള്ളൊരൊറ്റ കാരണം കൊണ്ട് കേസ് നോട്ട് നോൺ ആയോ? ഇല്ല. അപ്പോൾ അവിടെ നമ്മുടെ ഒരു നോളജ്, കുറച്ചുകൂടെ ബാക്ക്ഗ്രൗണ്ടിലുള്ളൊരു നോളജാണ് നമ്മളെ അവിടെ അതൊരു അൺനോൺ കേസായിട്ടാണ് പ്രസൻറ്റ് ചെയ്യേണ്ടത് എന്നുള്ള രീതിയിലോട്ട് എത്തിച്ചത്. അപ്പോൾ പറഞ്ഞു വന്നത് ഇത്ര മാത്രമേ ഉള്ളൂ. എന്തെങ്കിലും ഒരു ഒറ്റ വൺ ലൈൻ ഇൻഫർമേഷൻ കൊണ്ട് ഒരു കേസ് നോട്ടിനെ നമ്മൾ പെട്ടെന്ന് തന്നെ കൺക്ലൂഡ് ചെയ്യാതിരിക്കുക ഇത് നോൺ ആണോ അൺനോൺ ആണോ എന്നുള്ളത്. കുറച്ചും കൂടെ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കി അവിടെയാണ് 3 തവണ കേസ് നോട്ട് വായിക്കേണ്ടതും കുറച്ച് കോമൺ സെൻസ് ഉപയോഗിച്ചിട്ട് നമ്മൾ ആ കേസ് നോട്ടിനെ അനലൈസ് ചെയ്യപ്പെടേണ്ടതായിട്ടുമുള്ളതിൻ്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. അപ്പോൾ നമ്മൾ കോമൺ സെൻസ് ഉപയോഗിക്കുക എന്ന് പറയുമ്പോൾ ഒരിക്കലും ജഡ്ജ്മെൻ്റലായി പോകരുത്. അതായത് നമ്മുടേതായിട്ടുള്ളൊരു തീരുമാനത്തിലോട്ടല്ല എത്തേണ്ടത്. ബട്ട് എന്താണോ കേസ് നോട്ടിൽ പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ വ്യക്തതയിൽ മനസ്സിലാക്കി കേസ് നോട്ടിനെ പ്രസൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ എങ്ങനെ വേണമെങ്കിലും നമ്മളെ OET കൺഫ്യൂസ് ചെയ്യാൻ ശ്രമിച്ചോട്ടെ, നമ്മൾ എല്ലാത്തിനും വെൽ പ്രിപ്പയർഡ് ആണ് എന്നുള്ളതാണ് നമ്മൾ ഉറപ്പ് വരുത്തേണ്ടത്. Hope this video is very useful for you and you can apply this concept in your coming case note as well. For more useful tips like this, follow Tijus Academy. ഉറപ്പാണ് വിജയം.